വീറും വാശി നിറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചു. 70%-ലേറെ പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നതാണ് കണക്ക്. അന്തിമ കണക്ക് അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുകയും ചെയ്യും. ചില ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടേഴ്സിന്റെ നിരയുണ്ട്. നിലമ്പൂരിന്റെ പുതിയ MLA ആരെന്ന് തിങ്കളാഴ്ച അറിയാം. നിലമ്പൂർ ടൗണിൽ നിന്ന് ദീപക് ധർമ്മടൊപ്പം നിലമ്പൂർ നഗരസഭ കേന്ദ്രീകരിച്ച് വിപിൻ സി വിപ്ചൻ, ഒപ്പം തന്നെ എടക്കരയിൽ നിന്ന് സുഹൈൽ മുഹമ്മദ്, പോത്തുകലിൽ നിന്ന് ശ്രീകുമാരൻ, അമരമ്പലത്ത് നിന്ന് നിതിൻ അംബുജൻ, കരുളായിൽ നിന്ന് സമീർ ബിൻ കരീം, വഴിക്കടവ് നിന്ന് സുജിത് അയ്യപ്പത്ത്, ഒപ്പം മുത്തിടത്ത് നിന്ന് വിഷ്ണു സുരേഷ്, ചുങ്കത്തറിൽ മിഥില ബാലൻ എന്നിവർ തത്സമയം ചേരുകയാണ്. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക്, അങ്ങനെ നിലമ്പൂരിൽ വിധി എഴുതിയിരിക്കുന്നു ജനം. അവിടുത്തെ ഔദ്യോഗിക സമയം അവസാനിച്ചിട്ടുണ്ട്. ചില ബൂത്തുകളിലെങ്കിലും ഇപ്പോൾ പോളിംഗ് നടക്കുന്നുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം ദീപക്? പ്രജിൻ, ഏറ്റവും പുതിയ വാർത്ത അത് പോളിംഗ് പൂർത്തിയായി എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പോളിംഗ് പൂർത്തിയായ ശേഷമുള്ള അതിൻ്റെ നടപടിക്രമങ്ങളാണ്. ബാലറ്റ് ബോക്സ് സീൽ ചെയ്യുക എന്നുള്ള നടപടിക്രമങ്ങളുണ്ട്. അത് ആദ്യം തന്നെ അതിൻ്റെ VVPAT ഉൾപ്പെടെയുള്ള മുഴുവൻ ഉപകരണങ്ങളും ഈ ബോക്സിലേക്ക്, അത് ദൃശ്യങ്ങളിൽ കാണുന്നത് അത് ബോക്സിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ബോക്സ് അടയ്ക്കുന്നു. അടച്ചതിന് ശേഷം അത് സീൽ ചെയ്യുന്നു. ഒരു പക്ഷേ ജനാധിപത്യത്തെ വളരെ കൃത്യമായി പരിപാലിച്ച് അത് പെട്ടിയിലാക്കി സീൽ ചെയ്ത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറും ഒപ്പം തന്നെ ഈ പോളിംഗ് ഏജന്റുമാരും ചേർന്ന് നടത്തുന്നത്. ഇത് സീൽ ചെയ്തതിന് ശേഷം ഈ പോളിംഗ് ഏജന്റുമാർ ഉൾപ്പെടെ ഒപ്പിട്ട ശേഷമാണ് ഇത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത്. അത്രമേൽ സുരക്ഷിതമായ ഒരു ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയത്. ഈ ഉപതെരഞ്ഞെടുപ്പ് കേവലം 8 മാസത്തേക്കുള്ള നിലമ്പൂരിൽ നിന്നുള്ള സാമാജികനെ തിരഞ്ഞെടുക്കാനുള്ള ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, അതിലപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയം നിലമ്പൂരിലേക്ക് ചുരുങ്ങിയ ഒരു പ്രചാരണമായിരുന്നു നമ്മൾ കണ്ടത്. അത് 25 നാൾ രാവും പകലുമില്ലാത്ത പ്രചരണം, കാടും നാടും ഇളക്കിയായിരുന്നു പ്രചരണം. അതിന് ചാലിയാറിനോളം പരപ്പുണ്ടായിരുന്നു. ഒപ്പം തന്നെ നിലമ്പൂർ തേക്കിൻ്റെ കാതല് പോലെ കാമ്പുറ്റ പ്രചരണമായിരുന്നു. ആ പ്രചരണം കൊണ്ട് തന്നെ വലിയ മഴ, കനത്ത മഴ രാവിലെ പെയ്തുവെങ്കിലും അതിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയിലേക്ക്, ആ ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി വോട്ടേഴ്സ് ഒരുമിച്ച്, അത് പ്രായം ചെന്നവർ മഴ കാക്കാതെ, മഴ കാണാതെ, അല്ലെങ്കിൽ മഴയെ വകവയ്ക്കാതെ അവർ ബൂത്തിലേക്ക് വന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയ നിലമ്പൂരിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന. നമ്മുടെ ക്യാമറാമാൻ രാജേഷ് വെള്ളരി കൊണ്ട് പകർത്തുന്ന ദൃശ്യങ്ങളാണ്. ഇതിൽ സീൽ ചെയ്യുന്ന നടപടിക്രമത്തിലേക്ക് ഇപ്പോൾ അരക്കിട്ട് സീൽ ചെയ്യണം. അതിനു വേണ്ടിയുള്ള നടപടിക്രമമാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ മെഴുകുതിരി കത്തിച്ച് അതിൻ്റെ അരക്ക് ഇട്ട് ഉറപ്പിക്കുന്ന നടപടിക്രമത്തിലേക്ക് ദൃശ്യങ്ങൾ നമുക്ക് തത്സമയം കാണാവുന്നതാണ്. പ്രിസൈഡിംഗ് ഓഫീസർ അരക്ക് ഇട്ട് ആ മെഷീൻ സീൽ ചെയ്യുന്ന നടപടിക്രമത്തിലേക്ക് കടക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തന്നെയാണ്. കാരണം ഒരുമിച്ച് ഈ നിരവധി സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ ഒരുമിച്ചാണ് ഈ നടപടി ഇലക്ഷൻ കമ്മീഷന് വേണ്ടി പൂർത്തിയാക്കുന്ന പ്രക്രിയയിൽ ഉൾപ്പെടുന്നത്. പക്ഷേ രാഷ്ട്രീയമായി നിലമ്പൂരിനെ പറയാൻ ഒരുപാടുണ്ട്. കാരണം നിലമ്പൂർ കൃത്യമായി ജനാധിപത്യത്തിൽ കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ടെസ്റ്റ് കേസാണ്, ഒരു ടെസ്റ്റിമോണിയലാണ്. കാരണം ഭരണ തുടർച്ചയാണോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമാണോ ഇന്ന് കേരളത്തിലുള്ളത് എന്നറിയാൻ നിലമ്പൂരിലെ വിധിയിലേക്ക് വരണം. പ്രജിൻ. ശരി, ദീപക് ധർമ്മടമാണ് നിലമ്പൂർ ടൗണിൽ നിന്നും ചേർന്നത്. ഇപ്പോൾ നിലമ്പൂർ നഗരസഭാ ഓഫീസിനടുത്ത് നിന്നും വിപിൻ സി വിപിൻ കൂടി ചേരുന്നുണ്ട്. വിപിൻ, അപ്പോൾ പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. ചില ബൂത്തുകളിലൊക്കെ വലിയ നിരയുണ്ടായിരുന്നു അല്പസമയം മുൻപ് തന്നെ. അവിടെയും പോളിംഗ് അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ലഭിക്കുന്ന പോളിംഗ് ശതമാനം 72.4 മനസ്സിലാക്കുന്നു. അത് ഒരുപക്ഷെ അന്തിമ കണക്ക് വരുമ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനം ഉയർന്നേക്കാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്? മികച്ച പോളിംഗ് ഉണ്ടായാൽ അത് ആർക്ക് അനുകൂലമാകും എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ നിലമ്പൂർ കടന്നിട്ടുണ്ടോ? പ്രജിൻ, വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. 74% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ അത് 2021 76%-ലേക്ക് എത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് 8 മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 64%-മായി വളരെയേറെ കുറഞ്ഞിരുന്നു. അതായത് 8%-ൻ്റെയൊക്കെ ഒരു കുറവ് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും തെറ്റി ഇപ്പോൾ ഈ ഒരു പ്രചാരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രചാരണം അത് ഫലം കണ്ടിരിക്കുന്നു. അത് മിക്ക വോട്ടർമാരെയും ബൂത്തുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ 2021 ആ ഒരു ശതമാനത്തിൻ്റെ ഏറെക്കുറെ അതിലേക്ക് തന്നെ ഇപ്രാവശ്യവും എത്തിയിട്ടുണ്ട്. അതിനി ആർക്ക് തുണയാകുമെന്നുള്ളതിൻ്റെ ഒരു രാഷ്ട്രീയ ചർച്ച അത് സ്വാഭാവികമായും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് VVPAT യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ചുങ്കത്തറ മാർത്തോമ സ്കൂളിലേക്കാണ് മാറ്റുന്നത്. അതിൻ്റെ ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു. ഇത് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ
വിശദാംശങ്ങളുണ്ട്. പ്രജിൻ, അത് തീർത്തും സമാധാനപരമായിരുന്നു ഇപ്രാവശ്യത്തെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയാണ്. 1200ഓളം പോലീസുകാരെയാണ് വിന്യസിപ്പിച്ചിരുന്നത്. പക്ഷേ മറ്റെവിടെയും രാഷ്ട്രീയ സംഘർഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നോ രണ്ടോ ചെറിയ കേസുകൾ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ സമാധാനപരമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനം. ഒപ്പം ഇവിടെ നിന്ന് ഈ പോലീസുകാരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ളവ ഒരുക്കിയിരുന്നു. ഇതിൽ വളരെ സമ്മർദ്ദമൊന്നും ഇല്ലാതെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഈ വോട്ടെടുപ്പിന്റെ അതിന്റെ പ്രക്രിയയിൽ പങ്കാളികളാവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് വരെ വളരെ ഫ്രീ ആയിട്ടായിരുന്നു ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നത്. ഒരു 5:45 കൂടി തന്നെ ബൂത്തുകളിൽ ആരുമില്ലാതെ, വോട്ട് ചെയ്യാൻ ആരും എത്താത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. 76% വോട്ടെടുപ്പും ഇവിടെ പൂർത്തിയായിരുന്നു. ഒപ്പം തന്നെ VVPAT മെഷീനുകൾ ഉൾപ്പെടെയുള്ളവ എവിടെയും കാര്യമായി പണിമുടക്കിയിരുന്നില്ല. രാവിലെ ഒരു 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെവിടെയും യന്ത്ര തകരാറുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൊതുവെ ഒരു വിജയമായിരുന്നു, വലിയ വിജയമായിരുന്നു ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനം എന്ന് തന്നെ പറയാം. ഇതിന്റെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്കത് അവരുടെ ഒരു അധ്വാനം അത് വളരെ വിജയം കണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് 203 ബൂത്തുകളായിരുന്നെങ്കിൽ അത് 263 ആക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തുകയായിരുന്നു. 1050 ആളുകൾക്ക് മുകളിൽ ഒരു ബൂത്തിലും ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂട്ടം കൂടി അവസാന നിമിഷത്തിൽ വോട്ടെടുക്കാനുള്ളൊരു നീണ്ട നിര നിലമ്പൂരിൽ കാണാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫ്രീ ആയി തന്നെ ഏകദേശം 59 ബൂത്തുകളാണ് ഇവിടെ വർദ്ധിപ്പിച്ചിരുന്നത്. അത് ഫലം കണ്ടു എന്ന് കൂടി കാണാം ഈ അവസാന നിമിഷത്തിൽ മനസ്സിലാക്കാൻ. പ്രജിൻ, ശരി. വിപിൻ സി വിജയനാണ് നിലമ്പൂർ നഗരസഭാ പരിസരത്ത് നിന്നും ചേർന്നത്. ഇപ്പോൾ വഴിക്കടവിലേക്ക് പോകുന്നു. അവിടെ നിന്നും സുജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുകയാണ്. സുജിത്ത്, അപ്പോൾ പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ അത് ആർക്കാണ് അനുകൂലമാകുന്നത്, അല്ലെങ്കിൽ അന്തിമ വിധി ഒരു കണക്കുകൂട്ടലിലേക്കൊക്കെ പോകുന്ന മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്. എന്താണ് മുന്നണികളുടെ ഒരു പൊതു പ്രതികരണങ്ങൾ? ആരൊക്കെയാണ് വിജയപ്രതീക്ഷ പൂർണ്ണമായും വച്ചു പുലർത്തുന്നത്? ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഈ വഴിക്കടവിനെ സംബന്ധിച്ച് പറയുമ്പോൾ വഴിക്കടവിൽ നിന്നാണ് വോട്ട് കൗണ്ടിങ് തുടങ്ങുക. അപ്പോൾ ഇവിടെ ആർക്കാണ് ലീഡ് എന്നുള്ളത് അനുസരിച്ചാകും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ പറയുന്നത്. വോട്ടിംഗ് പ്രക്രിയ പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വലിയ ഉയർന്ന പോളിംഗ് ശതമാനമാണ്. ഞാനുള്ളത് 35-ാം ബൂത്ത് AUPS വഴിക്കടവ് ആണ് ഉള്ളത്. ഇവിടെ ഈ ബൂത്തിൽ 76% വോട്ടാണ് രേഖപ്പെടുത്തിയത്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഇതാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനെ അപേക്ഷിച്ച് അതിനേക്കാൾ ഉയർന്ന തലത്തിൽ പോളിംഗ് രേഖപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പുറത്തുള്ള ബൂത്തിൽ, അതായത് 34-ാം ബൂത്തിൽ 73% പോളിംഗും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തന്നെ, വലിയ മാർജിനിൽ തന്നെ ആളുകൾ ഈ വോട്ടിംഗ് പ്രക്രിയയോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എത്രമാത്രം രാഷ്ട്രീയ പാർട്ടികൾ അത് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനും എല്ലാം തന്നെ മുന്നോടിയായുള്ള അതിൻ്റെ ഒരു ടെസ്റ്റാണ്. സ്വാഭാവികമായും ആ അർത്ഥത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അത്രമാത്രം ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ ആളുകളെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ. അത് സംഭവിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരിടത്തും നീണ്ട നിര എന്നുള്ള തരത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി ആളുകൾ എത്തി വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒടുവിലത്തെ കണക്ക് കൂട്ടുമ്പോൾ ആ കണക്ക് കൂട്ടലിൽ കൃത്യമായ രീതിയിൽ തന്നെ അത് പോളിംഗ് ശതമാനത്തിൻ്റെ ആ ഒരു വർധന, അത് വലിയ രീതിയിലുള്ള വർധന തന്നെയാണ്. പ്രത്യേകിച്ച് 76% എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവർ, അതായത് ബാക്കി നിൽക്കുന്ന ആളുകൾ, വിദേശത്തുള്ള ആളുകൾ, അസുഖമുള്ള ആളുകൾ, ഒരു തരത്തിലും ഇവിടേക്ക് എത്താൻ കഴിയാത്ത ആളുകൾ, പുറത്ത് വിദ്യാഭ്യാസത്തിനൊക്കെ പോയ ആളുകൾ, അത്തരത്തിലുള്ള ആളുകളാണ്. അവരെയൊക്കെ തന്നെ മാറ്റി നിർത്തിയാൽ തന്നെ ഇവിടുത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു മാർജിൻ തന്നെയാണ്. വഴിക്കടവിൻ്റെ പല മേഖലകളിലും നമ്മൾ പോകുമ്പോഴൊക്കെ ആളുകൾ പൊതുവെ കുറവായിരുന്നു. പക്ഷേ അതിനെ അപേക്ഷിച്ച് ആളുകൾ കുറവായിരുന്നെങ്കിൽ പോലും വലിയ ഉയർന്ന രീതിയിൽ ആളുകൾ ഇടയ്ക്ക് വന്ന് പോളിംഗ് പൂർത്തീകരിച്ചു. അവിടെയൊക്കെ എന്താണ് അവസ്ഥ? അവിടെ എല്ലാ ബൂത്തുകളിലും എന്ന് പറഞ്ഞാൽ 34 ബൂത്തിൽ അവിടെ 71.5% ഉണ്ട്. ഒരു ബൂത്തിൽ 73% ഉണ്ട്. ഒരു ബൂത്തിൽ 73.74% തന്നെ ഉണ്ട്. പ്രതീക്ഷ പോളിംഗ് കഴിഞ്ഞ പ്രാവശ്യത്തിനും വെച്ചിട്ട് ചെറിയൊരു കമ്മി. അത് പക്ഷേ ഈ വോട്ടർ പട്ടികയിൽ വോട്ട് കൂടുതലുണ്ട്. ഈ വോട്ട് എന്ന് പറഞ്ഞാൽ സ്ഥലത്തില്ലാത്ത വോട്ടുകളും മരിച്ച വോട്ടുകളും ഡബിൾ എൻട്രി വന്ന വോട്ടുകളും കിടക്കുന്നതുകൊണ്ടാണ് ഈ ശതമാനത്തിൽ വ്യത്യാസം വരുന്നത്. അല്ല, ആവറേജ് വോട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ച വോട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. എല്ലാ അർത്ഥത്തിലും ഈ ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവത്തെ ശരിക്കും അത് യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് തന്നെ ആ പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത് അതാണ്. ഉയർന്ന തലത്തിലുള്ള പോളിംഗ് ശതമാനമാണ് വഴിക്കടവിൻ്റെ മേഖലയിൽ. ഇനി വഴിക്കടവിൽ നിന്ന് എണ്ണിത്തുടങ്ങും. ആ എണ്ണിത്തുടങ്ങൽ അത് ആർക്ക് അനുകൂലം അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ആരാകും വിജയി എന്നുള്ള കാര്യത്തിൽ ആ ഒരു പ്രഖ്യാപനം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രജി, തീർച്ചയായിട്ടും സുജിത് അയ്യപ്പത്താണ് വഴിക്കടവിൽ നിന്നും തത്സമയം ചേർന്നത്. സുജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിക്കടവിൽ നിന്നാണ്
മുതലാണ് കൗണ്ടിംഗ് തുടങ്ങുക. അതുകൊണ്ട് തന്നെ അവിടെ ആരാണ് ലീഡ് എടുക്കുന്നത് നിർണായകമായിരിക്കും അന്തിമ വിധിയിൽ. ഇനി മൂത്തിടത്തേക്കാണ്. അവിടെ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുകയാണ്. വിഷ്ണു, പോളിംഗ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 73% മുകളിലേക്ക് പോയിരിക്കുന്നു ടോട്ടൽ പോളിംഗ് ശതമാനം. അങ്ങനെയെങ്കിൽ അതൊരു മികച്ച പോളിംഗ് ആണ്. കഴിഞ്ഞ തവണത്തേക്കാൾ അല്ലെങ്കിൽ അത് മറികടക്കും എന്ന ചില സൂചനകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അന്തിമ ശതമാനം നമുക്ക് അല്പസമയം കഴിഞ്ഞേ അറിയാൻ കഴിയുള്ളൂ. എന്തായിരുന്നു മൂത്തിടത്തെ ഇന്നത്തെ പോളിംഗിന്റെ ഒരു ഗതി? പ്രജിൻ, രാവിലെ മുതൽ വലിയ തിരക്ക് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെട്ടിരുന്നു. ഒരു 12 മണി വരെ, 1 മണി മുതൽ 3 മണി വരെ സമയത്താണ് പോളിംഗ് മന്ദഗതിയിലായത്. എന്നിരുന്നാൽ പോലും എല്ലാ ബൂത്തുകളിലും ശരാശരി 70% മുകളിൽ ആ പോളിംഗ് നടന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഏറ്റവും അവസാനത്തെ മണിക്കൂറിൽ സാധാരണഗതിയിൽ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു തിരക്ക് ഉണ്ടായിരുന്നില്ല. അത് 1050-ലധികം വോട്ടർമാർ ഒരു ബൂത്തിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ കൃത്യമായി എല്ലാവർക്കും പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 61 നമ്പർ ബൂത്തിലാണ്. മൂത്തേടം പഞ്ചായത്തിലാണ് ഈ ബൂത്ത്. ഇവിടെ 72%-ലധികം വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. 10 സ്ഥാനാർത്ഥികൾ, 2,32,000 വരുന്ന വോട്ടർമാർ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 72% പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1,70,000 മുകളിൽ ആ വോട്ട് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് ആർക്കെല്ലാം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയെല്ലാമാണ് വിജയപരാജയങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട, ആരോപണ പ്രത്യാരോപണങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഏറ്റവും ആദ്യം ഉയർന്നു വന്നൊരു വിമർശനം അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ്. കൂടുതൽ ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തില്ല എന്നൊരു ആശങ്കയൊക്കെ മുന്നണികൾക്കുണ്ടായിരുന്നു. കാരണം 8 മാസം മുമ്പാണ് ഇതിനു മുൻപ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നിലമ്പൂർ ജനത സന്നദ്ധരല്ല എന്ന പ്രചരണമൊക്കെ ആദ്യം ഉണ്ടായെങ്കിലും അങ്ങനെയൊന്നുമല്ല. 64% കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ രേഖപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ അത് 72-ലേക്ക് ഉയർന്നു എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ്, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഗൗരവം അത്യന്തപൂർവ്വം ഈ നിലമ്പൂരിലെ ജനത ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. വളരെ ചിട്ടയായ പ്രവർത്തനം മുന്നണികളുടെ ഭാഗത്തുണ്ടായി. ഏറ്റവും അവസാനത്തെ വോട്ടറെ പോലും ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച് പോളിംഗ് നടത്താൻ, വോട്ട് രേഖപ്പെടുത്താൻ എല്ലാ പോളിംഗ് ഏജന്റുമാരും അതോടൊപ്പം തന്നെ മുന്നണികളും ശ്രമിച്ചിട്ടുണ്ട്. ഇത്തവണ പോളിംഗ് കനത്താണല്ലേ? കനത്ത പോളിംഗ് ആണ്. എല്ലാ ബൂത്തിലും ഒരു 70-72% പോളിംഗ് വോട്ടുണ്ട്. മൂത്തേടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് UDFന്റെ ഒരു ഉരുക്കുകോട്ടയാണ്. അതായത് കഴിഞ്ഞ തവണയൊക്കെ ഇടത് തരംഗം ആഞ്ഞടിച്ച ഘട്ടത്തിലും 2000-ഓളം വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് ലീഡ് നൽകിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് മൂത്തേടം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ അൻവറിന്റെ ഇഫക്റ്റിനോ ഒക്കെ സാധിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. വോട്ട് പെട്ടിയിലായി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള വസ്തുക്കൾ മാർത്തോമ കോളേജിലേക്ക് മാറ്റും. പ്രജിത്ത്, വിഷ്ണു സുരേഷാണ് മൂത്തേടത്തും ചേർന്നത്. അവിടെയും മികച്ച പോളിംഗ് ആയിരുന്നു. രാവിലെ തൊട്ട് തന്നെ കൃത്യമായ ഇടവേളകളിലൊക്കെ തന്നെ ആൾക്കാർ വന്ന് കൂടുതലായി രേഖപ്പെടുത്തി അവരുടെ സമ്മതിദാന അവകാശം എന്നാണ് വിഷ്ണു സുരേഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 73.13% ആകെ ടോട്ടൽ പോളിംഗ് ശതമാനം മാറിയിട്ടുണ്ട്. അത് ഇനിയും ഉയരും. അന്തിമ കണക്ക് അല്പ സമയത്തിനകം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 3 ദിവസം ഇനി കണക്കുകൂട്ടലിൻ്റെതാണ്.